ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ പവിത്രത്തിന്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം. അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ നന്ദിനിയെയും അതുപോലെ തന്നെ വിനായകൻ, വിക്രം, അങ്ങനെ എല്ലാവരും തന്നെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മുടെ അമ്മ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, എന്താണെങ്കിലും നന്ദിനി വേദയോട് സോറി പറഞ്ഞേ പറ്റൂ എന്നുള്ളൊരു നിർബന്ധത്തിലാണ് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പൊ ഇവിടെ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ എന്താ സംഭവിക്കുമെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. നന്ദിനി എന്തൊക്കെ പറഞ്ഞാലും വേദയോട് മാപ്പ് പറഞ്ഞേ പറ്റൂ എന്ന് ഒറ്റ കാലിൽ നിൽക്കുകയാണ് നമ്മുടെ കമല. അപ്പൊ വിനായകനെ നോക്കിയപ്പോ വിനായകൻ പറഞ്ഞോ പറഞ്ഞോ എന്നിങ്ങനെ കാണിച്ചു കേട്ടോ. അമ്മേ, അത് വേണ്ട, ഒരക്ഷരം പറയണ്ട എന്ന് പറഞ്ഞു. പറയാനുള്ളത് പറയണം എന്ന് പറഞ്ഞു. അപ്പൊ വേഗം നന്ദിനി ഇങ്ങനെ വിനായകനെ നോക്കിയപ്പോ വീണ്ടും കാണിച്ചു. സോറി എന്ന് പറഞ്ഞു. പേരെടുത്ത് വിളിച്ച് തന്നെ പറയണം എന്ന് പറഞ്ഞപ്പോ വേണ്ട അമ്മേ എന്ന് പറഞ്ഞ് വേദ കണ്ണൊക്കെ കലങ്ങി ആ കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി അങ്ങ് പോവാണ് കേട്ടോ. വിനായകൻ പറഞ്ഞു വേഗം രക്ഷപ്പെട്ടോ എന്നുള്ള മട്ടിൽ കണ്ണ് കാണിച്ചപ്പോ ഇവര് രണ്ടുപേരൂടെ വേഗം റൂമിലേക്കും പോയി. ബാക്കി എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ്. വാശി കൊണ്ടാണെങ്കിലും ദേഷ്യം കൊണ്ടാണെങ്കിലും ചരട് കെട്ടി കയ്യിലെടുത്തത് നീ സ്വപ്നത്തിൽ പോലും അർഹിക്കാത്ത ഒരുത്തിയാണെന്നുള്ള കാര്യം മറന്നു പോവരുത് വിക്രം. വിട്ടുകളയാതെ നോക്കിയാൽ നിനക്ക് നല്ലത് എന്ന് അമ്മ വിക്രത്തോട് ഇങ്ങനെ പറയാണ്. അപ്പൊ നോക്കിയിട്ട് അതെനിക്കറിയാമേ എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ എന്റെ നശിച്ച ജീവിതത്തിൽ നിന്ന് എത്രയും വേഗം അവളെ അകറ്റി മാറ്റാൻ മാത്രമേ ഞാൻ ശ്രമിക്കൂ എന്ന് പറഞ്ഞിട്ട് വിക്രം പുറത്തേക്ക് ഇറങ്ങി പോവാണ്. ഉറപ്പമ്മേ എന്നൂടെ പറഞ്ഞു. അപ്പൊ കമല ഞെട്ടിപ്പോയി. ഇവൻ ചേർത്ത് പിടിക്കാനല്ല ശ്രമിക്കുന്നത്, അവളെ അകറ്റി മാറ്റാനാണ് ശ്രമിക്കുന്നത് എന്ന് ഓർത്തപ്പം. എന്നിട്ട് കമല അവിടെ നിന്ന് കരയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ശ്രീജ ഇങ്ങനെ ആശ്വസിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നു. പിന്നെ കാണുന്ന നമ്മുടെ മുത്തശ്ശീനെയാണ്, അതായത് സാവിത്രി അമ്മേനെ. അപ്പൊ സാവിത്രി അമ്മയും ദീപ്തിയുണ്ട്. അതുകൊണ്ട് ഫോണൊക്കെ കുത്തിയിട്ടിട്ട് ദീപ്തിയോട് പറയാ, നിന്റെ ഫോണൊന്ന് തന്നേ. എന്തിനാ മുത്തശ്ശി? വേദയൊന്ന് വിളിക്കാനാ, നീ ഒന്ന് വിളിച്ചു തന്നാലും മതി എന്ന് പറഞ്ഞു. ആ മുത്തശ്ശിയുടെ ഫോൺ എവിടെ? എന്റെ ഫോൺ ചാർജിലിട്ടേക്കുവാ, ഒട്ടും ചാർജില്ല എന്ന് പറഞ്ഞു. നീ ഒന്ന് വിളിച്ചേ എന്ന് പറഞ്ഞു. അവസാനം ദീപ്തി നമ്മുടെ വേദയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ആള് സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ പുറത്ത്. ഈ കോള് കണ്ടപ്പോ വേഗം കണ്ണൊക്കെ തൂത്തിട്ട് ഹലോ മോളെ ദീപ്തി, എന്താ വിശേഷം എന്ന് ചോദിച്ചു. അപ്പം കുഴപ്പമൊന്നുമില്ല ചേച്ചി, സുഖമായിരിക്കുന്നു എന്ന് പറഞ്ഞു. ചേച്ചി സുഖല്ലേ എന്ന് ചോദിച്ചു. അതെ മോളെ, ഞാനിതേ മുത്തശ്ശിക്ക് കൊടുക്കാവേ എന്ന് പറഞ്ഞു ഫോൺ നമ്മുടെ സാവിത്രി അമ്മയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അപ്പൊ സാവിത്രി അമ്മ വാങ്ങിയിട്ട് ഹലോ മോളെ, മുത്തശ്ശി എന്തൊക്കെയുണ്ട് മോളെ വിശേഷം? സുഖമായിരിക്കുന്നു മുത്തശ്ശി എന്ന് പറഞ്ഞു. അച്ഛനും അമ്മയ്ക്കും സുഖല്ലേ? വിളിക്കാറില്ലേ? അമ്മ നിനക്ക് വേണ്ടിയിട്ട് അമ്പലങ്ങൾ മുഴുവൻ വഴിപാടുകൾ നടത്തുന്നുണ്ട് കുട്ടി എന്ന് പറഞ്ഞു. എവിടെയായാലും നീ മനസ്സുമുഖത്തോടെ കൂടി കഴിയണം എന്ന് മാത്രമാണ് അച്ഛനും പറയുന്നത്. അവരുടെ രണ്ടുപേരുടെയും ആഗ്രഹം അത് മാത്രമേ ഉള്ളൂ. അപ്പൊ വേദ വിങ്ങിപ്പൊട്ടി നിൽക്കാട്ടോ. അത്രയും സങ്കടം ഉള്ളപ്പോ പെട്ടെന്ന് മുത്തശ്ശിയുടെ ശബ്ദം കേട്ടപ്പോ ആൾക്ക് വല്ലാണ്ടായിപ്പോയേ. എന്തു പറ്റി മോളുടെ ശബ്ദം എന്താ വല്ലാണ്ടിരിക്കുന്നത്? കരിയാണോ? ഒന്നുമില്ല മുത്തശ്ശി, ഞാൻ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് വേഗം ഫോൺ വെച്ചു. ഈ കുട്ടിക്ക് എന്തു പറ്റി? എന്താ മുത്തശ്ശി എന്ന് ചോദിച്ചു. വേദയുടെ ശബ്ദം വല്ലാണ്ടിരിക്കുന്നു മോളെ, എന്തോ കരയുന്നത് പോലെ എനിക്ക് തോന്നുകയും ചെയ്തു. അപ്പൊ അത് തന്നെ കാരണം. എന്ത് കാരണം? വർഷേച്ചി എന്നെ വിളിച്ചിരുന്നു കുറച്ചു മുൻപ്. വിക്രം ചേട്ടന്റെ മൂക്തം ചേട്ടനില്ലേ, ആ വിനായകൻ, ആ പുള്ളിക്കാരൻ ഏതോ കുറുക്കമ്പനി ചേർന്ന് കാശ് പോയി അത്രേ. ആ കാശ് വാങ്ങിക്കൊടുക്കാൻ ദർശൻ ചേട്ടനെ ചേച്ചി വിളിച്ചു എന്നാ പറഞ്ഞത്. എല്ലാം ഉപേക്ഷിച്ച സ്ഥിതിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോ മാത്രം എന്തിനാ ദർശൻ ചേട്ടനെ വിളിക്കുന്നു എന്നാ വർഷേച്ചി ചോദിക്കുന്നത്. കാര്യം വിക്രമേട്ടനും അറിഞ്ഞു കാണും. അത് പറഞ്ഞ് ചിലപ്പോ വഴക്കാക്കി കാണും. എന്തിന്? എന്റെ മുത്തശ്ശി, കാര്യം ദർശൻ ചേട്ടൻ നമ്മുടെ വേദച്ചയെ കെട്ടാനിരുന്നത് തന്നെയാ. പക്ഷെ എല്ലാ കാര്യത്തിനും കയറി ഇടപെടുക എന്നൊക്കെ പറഞ്ഞാ അതത്ര ശരിയായ കാര്യമാണെന്ന് മുത്തശ്ശിക്ക് തോന്നുന്നുണ്ടോ? അത് ശരിയായ രീതിയല്ലെന്ന് വർഷേച്ചിക്കും അഭിപ്രായമുണ്ട്. മുത്തശ്ശി ഇനി വിളിക്കുമ്പോ ചേച്ചി ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കണം എന്ന് പറഞ്ഞു. ചേച്ചിയുടെ ഉള്ളില് ദർശൻ ചേട്ടൻ ഇപ്പോഴും നല്ലൊരു സുഹൃത്ത് തന്നെ ആയിരിക്കാം. പക്ഷേ ദർശൻ ചേട്ടന്റെ ആ ഉള്ളില് അങ്ങനെയാണോ എന്ന് നമുക്ക് ഉറപ്പില്ലല്ലോ മുത്തശ്ശി എന്ന് പറഞ്ഞ ദീപ്തി അങ്ങ് എഴുന്നേറ്റ് പോയി കേട്ടോ. അപ്പൊ മുത്തശ്ശിക്കും ഒരു സംശയം ആകെ ഇതായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ കാണുന്നത് നന്ദിനിനെയാണ്. അപ്പൊ വിനായകൻ അങ്ങോട്ടേക്ക് വന്നിട്ട് വിളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറഞ്ഞ പോലായി, കാര്യങ്ങൾ നമുക്കെതിരായി അല്ലടി. മനുഷ്യനായാലേ കുറച്ച് നാട്ടലിന് ഉറപ്പ് വേണം.
മുഖത്ത് നോക്കി ചില കാര്യങ്ങൾ പറ്റില്ല എന്ന് തന്നെ പറയാൻ കഴിയണം. അതെങ്ങനെയാ? എന്റെ മുന്നിലല്ലേ വലിയ നാവുള്ളൂ. അതെ, വീട്ടുകാരുടെ മുന്നില് വാഴിട്ട് കൊഴുക്കട്ട തിരികെ പോലല്ലേ നിങ്ങൾ നിൽക്കുന്നത്? അവസാനം സംസാരിക്കുന്നതും പഴി കേൾക്കുന്നതും ഈ ഞാൻ മാത്രം. അങ്ങനെ പറയില്ലേ നന്ദിനി? നീ പറഞ്ഞതുപോലെ കട എല്ലാ മക്കൾക്ക് തുകമായി വിധിച്ച അതിലൊരു പങ്കായ 1,33,333 രൂപയെ തരാൻ പറ്റുള്ളൂന്ന് ഞാൻ പറഞ്ഞില്ലേ? അതുകൊണ്ടല്ലേ വിക്രം ആ ബാധ്യത ഏറ്റെടുത്തത്. എന്നിട്ടായാലും സമ്മതിച്ചോ? ഇനി അത് കൊടുക്കേണ്ട ബാധ്യത നമുക്കില്ലല്ലോ. അത് ശരി, അതിനു മുൻപിൽ ഇവിടുന്ന് ഇറങ്ങി പൊക്കോണമെന്ന മട്ടില് പറഞ്ഞതൊന്നും കേട്ടില്ല അല്ല മനുഷ്യ? ഇറങ്ങി പോവാൻ പറഞ്ഞിട്ടില്ല, അഥവാ പോയാലും അവര് തടഞ്ഞില്ല എന്നല്ലേ പറഞ്ഞുള്ളൂ. അങ്ങനെ നമ്മൾ അത്ര പെട്ടെന്ന് ഇറങ്ങി കൊടുക്കൂന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇങ്ങനെ പറയുന്ന കേട്ടിട്ട് ഇവിടെ കഴിയുന്നതിലും ഭേദം ഇറങ്ങി പോണോ തന്നെയാ. എന്നിട്ട് മാസം കൊടുക്കാനായിട്ട് നിന്റെ അച്ഛൻ വരുവോ? ദേ, എന്റെ അച്ഛന് വിളിച്ചാലുണ്ടല്ലോ, അങ്ങനെ വിളിച്ചതല്ലടി. ഒരു മാസം ബുദ്ധിമുട്ട് വന്നാ അത് പരിഹരിക്കാൻ നിന്റെ അച്ഛൻ കൂട്ടിയാ കൂടില്ലല്ലോ. അതുകൊണ്ട് എന്ത് വിശ്വസിച്ച് ഇറങ്ങി പോകും എന്ന് ചോദിച്ചല്ലേ? വേണ്ട, ആട്ടും തുപ്പും കേട്ട് ഇവിടെ കിടന്നോ. നിങ്ങൾക്ക് എന്ത് കേട്ടാലും നാണമില്ലല്ലോ. അങ്ങനെ പറയില്ലേ നന്ദി? പറയും. എന്താ പറഞ്ഞത്? നിങ്ങളെ ഞാൻ ചളിക്കുണ്ടി വലിച്ചിട്ടൂന്ന്. എടിയാതെ കളം വീട്ടൂന്ന് പറഞ്ഞപ്പോ സന്തോഷിച്ചു. നീ പറഞ്ഞിട്ടല്ലേ ഞാൻ പിന്മാറിയത്. അത് അറിഞ്ഞപ്പോൾ ദേഷ്യം കൊണ്ട് പറഞ്ഞതായിരിക്കും. ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? ഒരു പണിക്കും പോവാതെ വിശ്വേട്ടൻ പോകാത്തതിനുള്ള കാരണം ശ്രീചേട്ടത്തിയാണെന്ന് അമ്മ പറയുന്നുണ്ടോ? ഇല്ല, എനിക്കറിയാം. പണ്ട് മുതലേ എന്നോട് വിരോധമുണ്ട്. അത് നിനക്ക് തോന്നുന്നതാ. ഇന്ന് വരെ കാർത്തിട്ടൊരു മുഖത്തൊരക്ഷരം പോലും പറയാൻ പോലും ഇല്ലല്ലോ. ഇല്ല, അങ്ങനെയുള്ള ആളാണ് എല്ലാവരുടെ മുന്നിൽ വെച്ച് ആ വേദയോട് മാപ്പ് ചോദിപ്പിച്ചത്. അവള് വലിയ ജഡ്ജിയുടെ മകളായതുകൊണ്ടായിരിക്കും അല്ലേ? ആ സമയത്ത് വഴക്കുഴവാക്കാനും പിന്നെ അന്തരീക്ഷം തണുക്കാനും ഒരു വഴി കണ്ടൂന്നേ ഉള്ളൂ. അപ്പൊ നന്ദിനി മാക്ക് പറഞ്ഞ എല്ലാ പ്രശ്നവും തീർന്നു എന്നാണോ? തെറ്റു മുഴുവൻ എന്റെ തലയിൽ കെട്ടിവെക്കാലോ അല്ലേ? എന്റെ ഭാര്യ ഈ വിഷയത്തിൽ മാപ്പ് പറയില്ല എന്നൊരു വാക്ക് നിങ്ങൾക്ക് പോലും തോന്നിയില്ലല്ലോ. ഓ പറയേ, നിങ്ങൾ എന്നെ ആ സമയത്ത് കുറ്റപ്പെടുത്തുവല്ലേ? രാവിലെ മുതൽ നാണം കെടുത്തുന്നതാ. നമ്മളെ രണ്ടുപേരും പലഹാരം വാങ്ങിക്കൊണ്ട് വന്ന് ഒളിച്ചു വെച്ച് കഴിക്കാണത്രേ. അതൊക്കെ ഒളിഞ്ഞു നോക്കാൻ നാണമുണ്ടോ അമ്മയ്ക്ക്? നീ വെറുതെ ഓരോന്ന് പറയാൻ നിൽക്കല്ലേ. അതിനൊന്നും നിന്നിട്ടൊന്നും അല്ല. പിന്നെ എങ്ങനെ അറിഞ്ഞു? നിങ്ങൾ പോയി പറഞ്ഞോ? ഓ, തിന്നാ മാത്രം പോരാ, താഴെ വീഴുന്നതൊക്കെ അടിച്ച് വൃത്തിയാക്കുകയും ചെയ്യണം. അത് ചെയ്യുന്നത് ശ്രീചേട്ടത്തിയല്ലേ? ഈ വീട്ടിൽ ഈ മുറിയിൽ നിന്ന് തുടർച്ചയായിട്ട് കിട്ടുമ്പോ പിന്നെ എന്താടി വിചാരിക്കേണ്ടത് എന്ന് ചോദിച്ചോ. പിന്നെ അവരായകൊണ്ട് ഇത്രയേ പറഞ്ഞുള്ളൂ എന്നോർത്ത് നീ സമാധാനിക്ക. ഇനിയിപ്പോ ഇതിന്റെ പേരില് എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ നീ അങ്ങ് അവഗണിച്ചേക്ക്. എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പോവാൻ എളുപ്പമാ. പക്ഷേ ഒറ്റയ്ക്ക് പോയി ജീവിക്കാൻ ഇപ്പോഴത്തെ അവസ്ഥയില് അത്ര എളുപ്പമല്ല. അത് മനസ്സിലാക്കി കുറച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ നിനക്ക് കൊള്ളാം. വന്ന് കിടക്കാൻ നോക്കടി എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ നിൽക്കാണ് കേട്ടോ. ഓ, അന്ന് അവിടെ നിൽക്കട്ടെ എന്നുള്ള മട്ടില്. അപ്പൊ അതെ, വിക്രം കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും വേദ അവിടെ ഇരുന്ന് സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആളുടെ സങ്കടം തീർന്നിട്ടില്ല കേട്ടോ. വിഷമിച്ച് സങ്കടപ്പെട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ വിക്രം, അതെ നീ കിടന്നില്ലേ ഇതുവരെ എന്ന് ചോദിച്ചു. അപ്പോഴും മിണ്ടുന്നില്ല. ആഹാ, വേദാളത്തിന് ഇമോഷൻസ് ഒക്കെ ഉണ്ടോ? കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നു. എന്തു പറ്റി? എന്തിനാ ഇപ്പൊ ഇവിടെ ഇരുന്ന് കരയുന്നത്? നിന്നെ ഞാൻ തല്ലാൻ വന്നുകൊണ്ടാണോ? അതിനുള്ളത് നിങ്ങൾക്ക് അപ്പൊ തന്നെ കിട്ടിയല്ലോ. അത് ശരിയാണല്ലോ. പിന്നിപ്പൊ എന്തിനാ ഞാൻ താങ്ക്സ് പറഞ്ഞപ്പോ നീ കരഞ്ഞത്? അത് പറ. ഞാൻ എനിക്ക് ഇഷ്ടമുള്ളപ്പോ കരയും ചിരിക്കും ഒക്കെ ചെയ്യും. അതിലിപ്പൊ നിങ്ങളെ ബോധ്യപ്പെടുത്തണോ? വേണ്ടല്ലോ. ദാ ഇപ്പൊ കറക്റ്റ്. ഇതാ, എന്തെങ്കിലും ചോദിക്കുമ്പോ ഇങ്ങനെ തിരിച്ചു പറയും തർക്കിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ വേദാ ശങ്കർ നാരായണനെ കാണാനേ ഒരു രസമൊക്കെ ഉള്ളൂന്നേ. സങ്കടപ്പെട്ട് കരഞ്ഞൊരു മൂലയിൽ ചുരുങ്ങിയിരിക്കുന്നത് നിനക്ക് ചേരില്ല. മനുഷ്യർക്ക് ഇമോഷൻസ് ഉണ്ടാവും. അതിനനുസരിച്ച് പെരുമാറുകയും ചെയ്യും. അതനുസരിച്ച് പെരുമാറുകയും മനസ്സിലാക്കുകയും ചെയ്യണമെങ്കിൽ മനുഷ്യനാകണം. മനുഷ്യത്വം എന്താണെന്ന് അറിയുകയും ചെയ്യണം. ശരിയാ, ഞാൻ മനുഷ്യത്വം ഇല്ലാത്തവനാ, ഗുണ്ടയാ, തെമ്മാടിയാ. ശരിയാ നീ പറഞ്ഞത്. ഇതൊന്നും അല്ലാത്ത നീ എന്തിനു വേണ്ടിയിട്ടാ ഇവിടെ ചടഞ്ഞു കൂടിയിരിക്കുന്നത്? ഒരുപാട് തവണ ആവർത്തിച്ച ചോദ്യം ചോദിച്ച് എന്തിനാ കഷ്ടപ്പെടുന്നത്? എനിക്ക് തരാൻ ആ പഴയ ഉത്തരം തന്നെയുള്ളൂ. നിങ്ങളുടെ ഭാര്യ ആയതുകൊണ്ട് എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഇവിടെ ഇരുന്ന് കരയുന്നു. ഭാര്യയോ? എന്താ അല്ലേ? അപ്പം മിണ്ടുന്നില്ല. എന്റെ പൊന്നോ, നിഷേധിച്ചാലും ആരും വിശ്വസിക്കത്തക്ക വിധത്തിൽ അത് നാട് മുഴുവൻ അറിയുക പോലും ചെയ്തു.
അതുകൊണ്ട് തന്നെ ആ വിധത്തില് ഇനി വിധത്തിൽ ഞാൻ പെരുമാറാനും ഞാൻ തീരുമാനിച്ചു. എന്ന് വെച്ചാല് ഇത്രയും കാലം ഈ വീട്ടിൽ പെരുമാറിയതുപോലല്ല ഇനി ഈ വേദ പെരുമാറാൻ പോകുന്നത് എന്നാണ് അതിനൊരു സാരം. അപ്പൊ ഞെട്ടിപ്പോയി വിക്രം. എന്ന് വെച്ചാൽ മനസ്സിലായില്ല. അതിനെ നിങ്ങൾ നേരിട്ട് കാണാനിരിക്കുന്നതല്ലേ ഉള്ളൂ, അപ്പ കണ്ടോളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് വേദ എഴുന്നേറ്റു കേട്ടോ. അപ്പൊ വിക്രം ഇങ്ങനെ നിൽക്കുകയാണ്. ഇനി എന്താണാവോ അനുഭവിക്കാൻ പോണെന്ന് അറിയില്ലല്ലോ. ആള് പേടിച്ച് നിപ്പാണ്. അപ്പൊ വേദ ഒന്നുകൂടി അങ്ങനെ തിരിഞ്ഞു നിന്നിട്ട്, വേദ ഈ ജീവിതം തിരഞ്ഞെടുത്തപ്പോ ഒപ്പം എടുത്ത ചില തീരുമാനങ്ങളുണ്ട്. ആ ചില കാര്യങ്ങൾ, ചില മാറ്റങ്ങൾ, കാലാനുസൃതമായ ചില മാറ്റങ്ങൾ അത് ഞാൻ വരുത്തിയിട്ടുണ്ട്. അത് ഇനി മുതൽ നിങ്ങളുടെ ജീവിതത്തിലും അത് പ്രതിഫലിക്കാൻ തുടങ്ങുക എന്ന് പറഞ്ഞു. അപ്പൊ ശരി, പോയി കിടന്നു എന്ന് പറഞ്ഞിട്ട് വേദ അകത്തേക്ക് പോയി. എൻ്റെ ഈശ്വര, ഇനി അവൾ എന്തൊക്കെയാണോ ആലോചിച്ച് കൂട്ടിയിട്ടുണ്ടല്ലോ, ഇനി എന്തൊക്കെയാണോ എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞു. പിന്നെ കാണുന്നത് നമ്മുടെ സാബു സാറിനെയാണ്. അപ്പൊ സാബു സാറ് ശ്രീകാന്തിന്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഈ അഭിലാഷിനെ ഇറക്കിയത് അത്ര ശരിയായോ സാബു എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഈ പോൾ കാട്ടുകാരനും ശ്രീനിവാസനും ഒരുമിച്ചാവോ സാബു? നമുക്കെതിരാവോ? അവർ രണ്ടുപേരും ശത്രുതയിലാണ്. പോൾ കാട്ടുകാരൻ തന്നെ നടത്തിയതാണെന്ന്, എന്താണെങ്കിലും അവൻ നടത്തിയതാണെന്ന് ഞാൻ വരുത്തിത്തിരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതുവരെ ശ്രീനിവാസൻ കരുതിയതും അങ്ങനെ തന്നെയാണെന്നാ എനിക്ക് അറിയാൻ കഴിഞ്ഞത്. തീർച്ചയായിട്ടും ശ്രീനിയുടെ എന്താണെങ്കിലും അതിനെതിരായിട്ടൊരു പ്രവൃത്തി പ്രതീക്ഷിക്കാം. സ്വാഭാവികമായിട്ട് ഉപയോഗിക്കുക വിക്രത്തെയായിരിക്കും. അതോടെ അവന് എന്നേക്കുമായി പൂട്ടാൻ കഴിയും എന്നൊരു കാര്യത്തിൽ ഒരു സംശയം വേണ്ട. വിക്രത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു വകുപ്പ് വീണ് കിട്ടിയിട്ടുണ്ട്. വേണമെങ്കിൽ നാളെ രാവിലെ തന്നെ അവനെ പൊക്കാം. അപ്പൊ ഈ തൂക്കം പിടിച്ചു നിൽക്കുന്ന ഇവന്റെ ഫോട്ടോയും ഈ ശ്രീകാന്തിന്റെ ഫോണിലേക്ക് സാബു സാർ ഇട്ട് കൊടുക്കാണ് കേട്ടോ. അപ്പൊ ഇട്ട് കൊടുത്തു കഴിഞ്ഞ ശേഷം ദാ ഇത് കണ്ടോ, ഇതാണ് അതിനുള്ള തെളിവ് എന്ന് പറഞ്ഞാണ് കാണിച്ചു കൊടുക്കുന്നത്. ഇത് ഈ വകുപ്പ് ചുമത്തി തോക്ക് ഉപയോഗിച്ചു എന്നുള്ള അനധികൃതമായിട്ട് എന്ന് ഉപയോഗിച്ച് ആ പേരിൽ വേണമെങ്കിൽ ഇവനെ അകത്താക്കില്ലേ എന്ന് ചോദിച്ചു. എടോ, ഇതുകൊണ്ട് എന്ത് പ്രയോജനം എന്ന് ചോദിക്കാണ്. അടിച്ച കൂട്ടത്തിൽ ഒരുത്തിനെടുക്കാൻ തോന്നിയതാ, അതുപോലെ ശ്രീകാര്യം ശ്രീനിവാസന്റെ തോക്കാണ് ഇതെങ്കിലോ പറയാം. പിന്നെ ഈ ഫോട്ടോ, ഇതിന്റെ ജെനുവിനിറ്റിയൊക്കെ പ്രൂവ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ താൻ എന്തായാലും എനിക്കിതുകൊണ്ടൊരു ഉപകാരമുണ്ട്, ഇതെനിക്ക് അയച്ചത് നന്നായി എന്ന് പറഞ്ഞു. എന്നാൽ താനങ്ങ് ചെല്ല് എന്ന് പറഞ്ഞു. ആ ശരി സാറേ എന്ന് പറഞ്ഞുകൊണ്ട് പോയി. അപ്പം ശ്രീകാന്ത് എന്തോ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്. അപ്പം നേരെ വേദയുടെ ഫോണിലേക്ക് ശ്രീകാന്ത് ഇത് അയച്ചു കൊടുക്കുകയാണ്. ഈ വിക്രം തോക്ക് പിടിച്ചു നിൽക്കുന്ന ഈ ഫോട്ടോ. ഇത് കണ്ടിട്ട് വേദ ആകെ ഷോക്കായി പോയി. അതിനടിയിൽ എഴുതി വെച്ച് എന്താ പറയാ, കുറച്ച് മെസ്സേജും ഇട്ടിട്ടുണ്ട് നമ്മുടെ ശ്രീകാന്ത്. വേദ, ഇത് കണ്ടോ നീ എന്നിങ്ങനെ ചോദിച്ചു. കണ്ടില്ലേ, ആയുധം എടുത്തവൻ എന്നും ആയുധം കൊണ്ട് തന്നെ ഒടുങ്ങിയിട്ടേ ഉള്ളൂ. നീ ഒരുത്തി വിചാരിച്ചത് കൊണ്ട് ഈ ചെകുത്താനെ നേരെയാക്കാൻ സാധ്യമല്ല. ആരുടെയോ കത്തിമുനയിലോ തോക്കിന്റെ മുനയിലോ ഒടുങ്ങേട്ട ആ കേസിലാ ഇവൻ നടത്തുന്നത്. വലിച്ചെറിഞ്ഞിട്ട് പോരാൻ ഇനിയും സമയമുണ്ട് വേദ, അത് നീ മറക്കരുത് എന്നാണ് ശ്രീകാന്തിന്റെ മെസ്സേജ്. അപ്പൊ ഇത് കേട്ടപ്പോ വേദയ്ക്ക് ഭയങ്കര സങ്കടമായി. എത്ര ശ്രമിച്ചു വിക്രത്തെ ഒന്ന് നേരെയാക്കാൻ, നല്ലൊരു ഭർത്താവാക്കി മാറ്റാൻ. പക്ഷേ എങ്കില് ഒരു രക്ഷയില്ല. വിക്രം നേരെ തലതിരിഞ്ഞ് തന്നെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അത് വേദനെ വല്ലാണ്ട് ഹേർട്ട് ചെയ്തു കേട്ടോ. അപ്പൊ വേദ ഇങ്ങനെ കുറെ നേരം ആലോചിച്ചിരുന്നു. പിന്നെ കാണുന്നത് നമ്മുടെ വിക്രത്തിനെയാണ്. അപ്പൊ വിക്രം അവിടെ കിടന്നുറങ്ങാനായിട്ട് ചെല്ലുമ്പോഴാണ് വിക്രത്തിന്റെ ഫോൺ ബെല്ലടിക്കുന്നത്. നമ്മുടെ ശ്രീകാര്യം ശ്രീനിവാസനാണ്. നീ ഉറങ്ങിയോ വിക്രം? ഇല്ല സർ. എന്താന്ന് വെച്ചാൽ പറഞ്ഞോളൂ. മറ്റൊന്നുമല്ല, ഇന്ന് നമുക്കൊരു പണിയുണ്ട്. ഈ രാത്രി നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ? എന്താ സർ? ഈ സമയത്ത് ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? സാറ് പറയണം. പോൾ കാട്ടുകാരന്റെ വീട്ടില് ഇന്ന് രാത്രി ആളില്ല എന്നൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അവിടുന്ന് ഞാൻ മുമ്പ് സൂചിപ്പിച്ച ആ രേഖകള് എടുത്തു മാറ്റാൻ കഴിഞ്ഞാല് നമുക്ക് ചിലപ്പോ ഗുണമായിരിക്കും വിക്രം. ഞാൻ എന്താ ചെയ്യേണ്ട സർ? നമ്മുടെ ആളുകൾ പുറത്തുണ്ട്. എന്ത് വേണമെന്ന് അവര് പറയും. നീ അത് ചെയ്താൽ മാത്രം മതി. ശരി സർ, ഞാൻ ഇപ്പൊ തന്നെ പോകാം. ഞാൻ ഇത് ഇറങ്ങി. ഗുഡ്. അപ്പോ കാര്യം കഴിഞ്ഞ് കാണാം. ശരി സർ എന്ന് പറഞ്ഞു ഫോൺ വെച്ചു. എന്നിട്ട് വിക്രം വേഗം ഷർട്ടൊക്കെ ഇട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോ വേദ അവിടെ നിൽക്കാണ്. എവിടേക്കാ? ഞാൻ എവിടേക്കാ പോണെന്ന് നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല. നിക്കടി, തൽക്കാലം മാറി നിൽക്കാൻ മനസ്സില്ല. ഇന്ന് വിക്രം എങ്ങോട്ട് പോണില്ല. അത് നീയാണോ തീരുമാനിക്കുന്നത്? ഇന്ന് രാത്രി ഞാൻ തന്നെയാ തീരുമാനിക്കുന്നത് എന്ന് പറഞ്ഞു വിക്രത്തിന്റെ വണ്ടിയുടെ ചാവി എടുത്തു കേട്ടോ. വേഷം കെട്ടി കാണിക്കരുത്, അടിച്ച് കാരണം പോയിക്കോ.
എന്താ എപ്പോഴും തടയാൻ ആള് കണ്ടൊന്നും വരില്ല. എന്നാ ഞാൻ ഉറക്കെ വിളിച്ചാ ഇപ്പൊ വരും, കാണണോ? വരുമ്പോ ഞാൻ ഇതുകൂടി കാണിച്ചു കൊടുക്കും എന്ന് പറഞ്ഞ് ആ ഫോട്ടോ വിക്രത്തിനെ തന്നെ അങ്ങ് കാണിച്ചു കൊടുത്തു. ആ തോക്കും ചൂണ്ടി നിൽക്കുന്ന ആ ഫോട്ടോ വിക്രം ആകെ ഷോക്കായി പോയി കേട്ടോ. ഇത്രയും കാലം ആ ചെറിയ രീതിയിലുള്ള അടിയും തല്ലും മാത്രം നടത്തി എന്നെ അമ്മയ്ക്കറിയണ്ടായിരുന്നുള്ളൂ. നടുറോഡിയിൽ മനുഷ്യരെ ചുട്ടുകൊല്ലാൻ മാത്രം പ്രാപ്തിയായ തന്റെ ക്രിമിനലാണ് മകനെന്ന് ആ അമ്മേനെ ഞാൻ അറിയിക്കണോ? ഈ ഫോട്ടോ നിങ്ങളെ കാണിക്കാൻ വന്നപ്പോഴാ അകത്തെ സംസാരം കേട്ടത്. ആർക്കോ വേണ്ടി നിങ്ങള് ഈ രാത്രി ഒരുങ്ങി ഇറങ്ങിയാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ പറഞ്ഞേക്കാം, ആ ആൾ ആരാണെന്നും എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഇന്ന് രാത്രി നിങ്ങൾ ഇനി പുറത്തു പോണ്ട. നീ എന്താ ബ്ലാക്ക് മെയിൽ ചെയ്യുവാണോ? അതെ, തൽക്കാലം അമ്മയുടെ പേര് വെച്ച് ഞാൻ നിങ്ങളെ ബ്ലാക്ക് മെയിൽ ചെയ്യുക തന്നെയാണ് എന്ന് പറഞ്ഞു. ഓ, ധിക്കരിച്ചു പോവാൻ കഴിയുമെങ്കിൽ എനിക്കൊന്ന് കാണണം, എന്നാ ഒന്ന് ചെല്ല എന്ന് പറഞ്ഞു. ഇത് കാണിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്കറിയാലോ. ചിലപ്പോ അല്ലെങ്കിൽ ചില അസുഖങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പൊ ചിലപ്പോ ഈ വീരപരാക്രമങ്ങൾ കണ്ട് ഹൃദയം പൊട്ടി മരിക്കാനാണ് വിധിയെങ്കിൽ എന്തപ്പ അത് തടയാൻ എന്നെ കൊണ്ടാവില്ലല്ലോ. ഇടി കരുനാവെടുത്ത് എന്തും പറയാന്ന് വിചാരിക്കരുത്. ഞാൻ പറഞ്ഞത് കൊണ്ട് ഒന്നും സംഭവിക്കാൻ പോണില്ല. പക്ഷെ എന്റെ വാക്ക് ധിക്കരിച്ച് ഈ രാത്രി ശ്രീകാര്യം ശ്രീനിവാസന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടാൽ എന്തെങ്കിലും സംഭവിക്കാം. അതിന് കാരണം നിങ്ങൾ മാത്രമായിരിക്കുകയും ചെയ്യും. മര്യാദയ്ക്ക് ഇറങ്ങി അകത്തേക്ക് പോകുന്നത് തന്നെയാണ് നല്ലത് എന്ന് പറഞ്ഞു. അവസാനം വിക്രം വേറെ നിവൃത്തിയൊന്നുമില്ല, എന്താണേലും പണി പാളിയെന്ന് മനസ്സിലായി. വിക്രം പതുക്കെ അകത്തേക്ക് കയറി ചെല്ലുകയാണ്. അപ്പൊ പുറത്തുനിന്ന് ഓണടി കേട്ടു. എന്താ, പുറത്താളുകളുണ്ടല്ലേ? ഉണ്ടെങ്കിൽ തന്നെ അല്പനേരം കാത്തു നിന്നിട്ട് കാണാതാവുമ്പോ അവരങ്ങ് പൊയ്ക്കോളും. ആ ഫോൺ അങ്ങ് സൈലന്റ് ആക്കി വെച്ചിട്ട് നിങ്ങൾ ചെന്ന് കിടന്ന് ഉറങ്ങാൻ നോക്ക് മനുഷ്യ എന്ന് പറഞ്ഞു. അപ്പൊ അവസാനം വിക്രത്തിന് വേറെ നിവൃത്തിയൊന്നുമില്ല. വിക്രം നേരെ അകത്തേക്ക് റൂമിലേക്ക് കയറിപ്പോയി. ഇടയ്ക്ക് വിക്രം തുറന്നു നോക്കിയപ്പോഴത്തേനും വേദ പുറത്തിരിക്കുകയാണ്. പക്ഷെ പുറത്തിറങ്ങാൻ യാതൊരു നിർവാഹവും. എന്നിട്ട് വിക്രം അകത്തേക്ക് കയറി കുറെ നേരം ഇരുന്ന ശേഷം നമ്മുടെ ശ്രീനിവാസനെ വീണ്ടും അങ്ങോട്ടേക്ക് ഫോൺ വിളിക്കുകയാണ്. എന്താ വിക്രം എന്ന് ചോദിച്ചു ശ്രീനിവാസൻ. അപ്പൊ വിക്രം കാര്യം പറയുന്നതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരാണ്. എന്താ പറയാ, വെടിക്ക് മുതലേ പട എന്ന് പറഞ്ഞതുപോലെ ദേണ്ട നമ്മുടെ മുത്തശ്ശി എത്തുന്നുണ്ട് കേട്ടോ. അപ്പം അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം അടിപൊളിയാണ്. അപ്പം എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത് ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സി യു അഗെയിൻ.